ഹായ്, നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാനിന്ന് ഈ വീഡിയോ ഇടാനുള്ള മെയിനായിട്ടുള്ളൊരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ദിവസമായിട്ട് ഞാൻ കുറച്ച് സെക്കൻഡ് ഹാൻഡ് വണ്ടികളുടെ പ്രൈസുകളും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് പൊതുവേ ഞാൻ കാണുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2028 ഇന്നൊരു വീഡിയോ മെയിനായിട്ട് കണ്ട കാര്യം പറയാം. 2028 പുതിയ പേപ്പർ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള 2028 വരെ പേപ്പറുള്ള ഒരു മാരുതി 800ൻ്റെ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി എടുത്തിട്ട് 27,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ യൂസ് വണ്ടിയാണ്. അതായത് സിംഗിൾ യൂസ് വണ്ടി എന്ന് വെച്ചാൽ അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിലെ അച്ഛൻ ഉപയോഗിച്ചു, പിന്നെ മകൻ ഉപയോഗിച്ചു, പിന്നെ മകൻ്റെ ഭാര്യ ഉപയോഗിച്ചു. അങ്ങനെ 3 പേരിലേക്ക് കൈമാറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും സിംഗിൾ യൂസ് എന്നാണ് പറയുന്നത്. സിംഗിൾ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിൽ മാത്രം ഉപയോഗിച്ചിട്ടുള്ള വണ്ടി എന്നുള്ള രീതിയിലാണ് അത് പറയുന്നത്. അതിനകത്തൊരു നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്കപ്പോഴും ഒരുപാട് വർഷം പഴക്കമുള്ള വണ്ടികൾ, അതായത് മാരുതി 800 ഏകദേശം 2013 2014 അത് സെയിൽ നടക്കുന്നുണ്ടായിരുന്നു. 2013 അതിൻ്റെ നിർമ്മാണം നിർത്തലാക്കുകയും 2014 സമയത്ത് ഞാൻ ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് ഞാൻ എടുക്കാനായിട്ട് പോയതായിരുന്നു. അന്ന് എൻ്റെ ഒരു ഫ്രണ്ട് നമ്മുടെ ഇവിടെ കൊട്ടാരക്കര പോപ്പുലർ മാരുതി ഷോറൂമിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയപ്പം ഞാൻ കണ്ടതാണ്. അത് അന്ന് എടുക്കണമെന്നും വിചാരിച്ചതാണ്. പിന്നെ ഞാൻ തിരിച്ച് ഗൾഫിലേക്ക് പോയത് കാരണം അതെടുക്കാനും സാധിച്ചില്ല. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ് ഈ മാരുതി 800 എന്ന് പറയുന്നത്. അപ്പോൾ ആ വണ്ടി ഞാനിങ്ങനെ എപ്പോഴും വാച്ച് ചെയ്യും. ഓരോരുത്തരും ഇതിനകത്ത് അവരുടെ ആയിട്ടുള്ള പരസ്യങ്ങൾ ഇടുന്ന സമയത്ത് അവരെല്ലാവരും പറയാറുള്ള കിലോമീറ്റർ കുറഞ്ഞ് ഓടിയ വണ്ടി ഇത്ര രൂപ ഓരോരുത്തരും അവരവർക്ക് തോന്നിയ രീതിയിലാണ് അതിൻ്റെ വില നിശ്ചയിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിനായിട്ടുള്ളൊരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, 800 എല്ലാവർക്കും ഒരു മോഹവിലയിൽ കിട്ടാവുന്ന എടുക്കാവുന്ന പറ്റിയ വണ്ടികൾ. അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ആളുകൾ മാത്രമേ ഈ സമയത്ത് ഈ 800 എടുക്കാറുള്ളൂ. അപ്പോൾ അതിനകത്ത് ഇവർ ഈ കിലോമീറ്റർ പറയുമ്പോൾ ഓരോരുത്തർ പറയുന്നത് വെച്ചാൽ, ഒരുപാട് ഓടിയിട്ടില്ല, വണ്ടി നല്ല പക്ക കണ്ടീഷൻ വണ്ടിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ കിലോമീറ്ററിൻ്റെ കാര്യത്തെക്കുറിച്ചൊരു ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവർ പറയുന്നത് എത്രത്തോളം സത്യമാണോ ഒന്നും നമുക്കറിയാൻ പറ്റത്തില്ല. ചിലപ്പം ഓടാതെ ഇട്ടിരുന്ന വണ്ടിയായിരിക്കാം, ചിലപ്പോൾ ഓടിയിട്ടുള്ള വണ്ടിയായിരിക്കും. ചില ആളുകൾക്ക് അധികം യൂസ് ചെയ്യത്തില്ല. ചിലപ്പം നമ്മളെ ചന്തകളിലും വീട്ടിലെ ആവശ്യ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും. ഒരുപാട് ദൂരെ യാത്ര, ചിലർ വണ്ടി മേടിച്ചിടും, ബൈക്കൊന്നും ഓടിക്കാൻ പറ്റാത്തത് കാർ ഡ്രൈവിങ് മേടിച്ചിട്ട് ചെറിയ കുഞ്ഞു ഓട്ടങ്ങൾ, വലിയ ഓട്ടങ്ങൾ ടാക്സിയിലും ബാക്കിയിലൊക്കെ മറ്റുമൊക്കെ ആയിട്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ബൈക്ക് കണ്ടോ, പൾസർ 2005 ഞാനെടുത്ത വണ്ടിയാണ്. ഈ വണ്ടി കുറേ നാൾ ഞാൻ ഉപയോഗിച്ചിട്ട് കുറച്ച് നാൾ ഒരു 5 കൊല്ലം എടുക്കാതെ ഗൾഫിൽ പോയ സമയത്ത് 5 കൊല്ലം വീട്ടിനകത്ത് തന്നെ ഇരുന്ന വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിയിൽ അതിനുശേഷം ഞാൻ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം നല്ല രീതിയിൽ ഓട്ടമുണ്ട്. മിക്കപ്പോഴും ഞാൻ എല്ലായിടത്തും ലോങ് പോയാലും ശരി, ഞാൻ കൊണ്ടുപോകുന്നത് എൻ്റെ ഈ പൾസറായിരിക്കും. എനിക്കിതിനകത്ത് പോകുന്നതാണ് കംഫർട്ട്. ശബരിമല ഓട്ടങ്ങളും എല്ലാം പോകുന്നത് ഈ വണ്ടിയിലായിരിക്കും. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, കുറേ നാൾ ഇതിൻ്റെ മീറ്റർ കംപ്ലൈൻ്റായിട്ട് കിടന്നിരുന്നു. ആ മീറ്റർ കംപ്ലൈൻ്റായിട്ട് കിടന്ന സമയത്ത് ഈ വണ്ടിയുടെ കിലോമീറ്റർ മറിഞ്ഞില്ലായിരുന്നു. അത് മറിയുകയെന്ന് വെച്ചാൽ ഏകദേശം ഒരു 90,000 കിലോമീറ്ററിനപ്പുറമാണ് ഇതിൻ്റെ കിലോമീറ്റർ മറിയാതിരുന്നത്. ഇപ്പോൾ അതിശയമായിട്ട് എനിക്ക് തോന്നിയ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു 2-3 മാസത്തിന് മുമ്പ് ആണ്, അതായത് ഒരു 3-4 കൊല്ലത്തിന് മുകളിൽ ഈ മീറ്റർ വർക്ക് ചെയ്യാതെ കിടന്നിരുന്നു. അതായത് എൻ്റെ കഴിഞ്ഞ ടെസ്റ്റിന് ഇത് വർക്ക് ചെയ്യുമായിരുന്നു. ഈ പ്രാവശ്യം ഈ നവംബറാണ്, ഇപ്പം ഈ മാസം തന്നെയാണ് അടുത്ത ടെസ്റ്റ്. അപ്പം ഈ ടെസ്റ്റിന് മുമ്പായിട്ട് ഞാൻ അതൊന്ന് ക്ലിയർ ചെയ്തപ്പം അതിനകത്ത് ഈ പറഞ്ഞ 90,000 കഴിഞ്ഞ് 1,00,000 കഴിഞ്ഞ് പിന്നെ വരുന്നത് നിങ്ങൾ കണ്ടുപോകുക എങ്ങനെയാണെന്ന്. കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഇപ്പം കാണിക്കുന്ന കിലോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 621. അതായത് വണ്ടിയുടെ കിലോമീറ്റർ വീണ്ടും 1 എന്നും പറഞ്ഞ് റൺ ചെയ്ത് തുടങ്ങുക. അതായത് ഇതിൻ്റെ മാക്സിമം, ഈ മീറ്ററിനകത്തുള്ള മാക്സിമം ഓടിയതിന് ശേഷം പിന്നെ വീണ്ടും അത് 1 എന്നും പറഞ്ഞ് സ്റ്റാർട്ടാവുന്നതാണ്. പറഞ്ഞു മനസ്സിലായി? അപ്പോൾ ഒരുപക്ഷെ ഈ കാണുന്ന വണ്ടികളൊക്കെ
ഓടിച്ച് തീർന്ന് ഇത് ഇപ്പോൾ ഇന്ന് കണ്ട 800 കുറിച്ച് മാത്രം പറയുമല്ല, ഇത് സ്ഥിരം ഞാനിപ്പം കുറേ വീഡിയോസ് ഇങ്ങനെ കാണുമ്പോഴെല്ലാം ഈ വണ്ടിയുടെ സെയിൽ നടത്തുന്ന സെക്കൻഡ് ഹാൻഡ് വണ്ടികളുടെയൊക്കെ സെയിൽ നടത്തുന്ന മിക്ക ആളുകളും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിലോമീറ്റർ അധികം ഓടാത്ത വണ്ടിയാണ്. ഒരുപക്ഷെ ചില ആളുകൾ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഞാൻ ടാക്സിയൊക്കെ ഓടുന്ന സമയത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ കിലോമീറ്ററൊക്കെ ഓരോരുത്തന്മാർ ഈ മുതലാളിമാരെ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ട് കുറച്ച് എടുത്തുമൊക്കെ വെക്കുന്ന സിസ്റ്റമൊക്കെ ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ വണ്ടിക്കകത്ത് അത് പറ്റത്തില്ല എന്നും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ പൂർണ്ണമായിട്ടും ഇത്തരത്തിലുള്ള കുറേയൊക്കെ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടത്തിയിട്ടാണ് സെയിൽ ചെയ്യാതിരിക്കുന്നത്. പൂർണ്ണമായിട്ട് എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്. നല്ലോണം മാർക്കറ്റ് ചെയ്യുന്ന ആളുകളുമുണ്ട്, സെയിൽ ചെയ്യുന്ന ആളുകളുമുണ്ട്. എന്നിരുന്നാലും ഇതിൻ്റെ കിലോമീറ്ററൊക്കെ ഇതേ കണക്ക് ഓടിയിട്ട് വീണ്ടും ഒന്നേന്നും പറഞ്ഞ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. ഇത് പൂർണ്ണമായിട്ടും ഓടിക്കഴിഞ്ഞതിന് ശേഷം ഇതിനെ എടുത്ത് കളഞ്ഞിട്ട് പുതിയ മീറ്ററൊന്നും മേടിച്ച് വെക്കുന്നതല്ല. ഈ മീറ്റർ വീണ്ടും ഒന്നേന്നും പറഞ്ഞ് റീസൈക്കിൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ബൈക്കിനകത്തുണ്ടായ കാര്യവും ഇപ്പം ഞാൻ ഈ കേട്ട കാര്യവും തമ്മിലുള്ള ആ ഒരു വൈരുദ്ധ്യാത്മകമായ ഒരു സംഭാഷണം കേട്ടപ്പോഴാണ് എനിക്കത് തികച്ചും ഇങ്ങനൊരു വീഡിയോ ചെയ്യാനായിട്ട് തോന്നിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കിലോമീറ്റർ കുറഞ്ഞെന്നും പറഞ്ഞൊന്നും ആരും ഇങ്ങനെയുള്ള വണ്ടികൾ പ്രതീക്ഷിച്ച് കിലോമീറ്റർ കുറഞ്ഞ വണ്ടിയാ, ഓടാത്ത വണ്ടിയാ എന്നും പറഞ്ഞൊന്നും എടുക്കാനായിട്ട് ചാടി അതിൻ്റെ പേരിൽ വീഴാതെ നിൽക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വണ്ടികൾ ഇഷ്ടപ്പെട്ടോ വണ്ടി എടുക്കുക. ഈ വക കാര്യങ്ങളും ഇങ്ങനത്തുള്ള പറച്ചിലുകളിലൊന്നും കൊണ്ടുപോയി തല വെച്ച് കൊടുക്കാതിരിക്കുക. ഇഷ്ടപ്പെട്ടാൽ എടുക്കുക. ഓക്കെ, ബൈ, നന്ദി, നമസ്കാരം.